AWSൻ്റെ കോഡ് പൈപ്പ്ലൈൻ യൂസ് ചെയ്ത് ഒരു എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്. അപ്പോൾ ആ എക്സാമ്പിൾ നമ്മൾ കണ്ടത് ഈ ഒരു കോഡ് പൈപ്പ്ലൈൻ എന്ന് പറഞ്ഞൊരു സർവീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഓട്ടോമേഷൻ പോസിബിൾ ആക്കാമെന്നുള്ളതാണ്. അതായത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ നോക്കി മനസ്സിലാക്കിയത് കോഡ് കമ്മിറ്റിലുള്ള നമ്മുടെ സോഴ്സ് കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഡിപ്ലോയ് ചെയ്യിക്കാം എന്നുള്ളത്. AWSൻ്റെ കോഡ് കമ്മിറ്റും കോഡ് ഡിപ്ലോയും എന്നുള്ള സർവീസ് നമ്മൾ കോഡ് പൈപ്പ്ലൈൻ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തു. നമ്മൾ ആ ഒരു സൈക്കിൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തു, റിലീസ് സൈക്കിൾ. പക്ഷെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കോഡ് ബിൽഡ് സ്റ്റേജ് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടായിരുന്നു നമ്മൾ ആ ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് ബിൽഡ് സ്റ്റേജും കൂടെ നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഫുൾ സ്റ്റേജസ് നമുക്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് എങ്ങനെ ഇതിൽ കൂടെ നമുക്ക് ഈ ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പൈപ്പ് ലൈനിൽ നമുക്ക് രണ്ട് സ്റ്റേജസ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. ഒന്ന് നമ്മുടെ സോഴ്സ്, അതായത് AWS കോഡ് കമ്മിറ്റാണ് നമ്മൾ സോഴ്സായിട്ട് ആഡ് ചെയ്തത്. പിന്നെ ഒന്ന് ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജ്, AWSൻ്റെ കോഡ് ഡിപ്ലോയ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റിലീസ് സ്റ്റേജ് നമ്മൾ പോസിബിൾ ആക്കിയത് കോഡ് പൈപ്പ് ലൈൻ സർവീസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കോഡ് ബിൽഡ് നമ്മൾ സ്കിപ്പ് ചെയ്തു നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്തപ്പോൾ. അപ്പം നമുക്ക് കോഡ് ബിൽഡിൻ്റെ ഒരു ആവശ്യം വരുന്നത് നമ്മളൊരു സോഴ്സ് കോഡ് എടുത്ത് റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, കോഡ് കൂടുതൽ സെക്യൂർ ആക്കണമെങ്കിലോ, സെക്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യാനോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ AWSൻ്റെ കോഡ് ബിൽഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു എക്സാമ്പിൾസ് നമ്മൾ ആ ഒരു സർവീസ് പഠിച്ചപ്പോൾ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കോഡ് ബിൽഡിൽ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്, കോഡ് ബിൽഡ് YAML ഫയൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജും കൂടെ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കോഡ് കമ്മിറ്റ് എടുത്തിട്ട് നമ്മുടെ റെപ്പോസിറ്ററിയിൽ AWSൻ്റെ കോഡ് ബിൽഡിൽ ഇപ്പോൾ എന്തൊക്കെ കോഡാണ് നമ്മൾ ലാസ്റ്റ് പ്രാക്ടിക്കൽ സെഷൻ ചെയ്തപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വരുത്തിയതെന്നുള്ളത് നമുക്ക് ഈ ഒരു ബിൽഡ് സ്പെക്ക്, കാരണം ബിൽഡ് സ്പെക്ക് ഫയലാണല്ലോ ഈ കോഡ് ബിൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫയൽ. നിങ്ങൾ ആ സെഷൻസൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കി കണ്ട് ഓർമ്മ വരുത്തുക. ഓക്കെ, അപ്പോൾ ആ ഒരു ബിൽഡ് സ്പെക്ക് ഫയൽ ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്, ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ബിൽഡ് അണ്ടറിലായിട്ട് നമ്മൾ കമാൻഡ്സ് കൊടുത്തിരിക്കുന്നതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സെഷൻ ചെയ്തപ്പോൾ നമ്മളൊരു ഗ്രep കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്കിങ്ങിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വേർഡ് നമ്മൾ ഇൻഡെക്സ് ഫയലിൽ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നമ്മൾ പിന്നീട് ലാസ്റ്റ് സെഷനിൽ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നീട് ഒരു ഡേറ്റാബേസിലൊരു കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നൊക്കെ അങ്ങനെയും ചെയ്യാമെന്നുള്ളത് കാണിക്കാനായിട്ട് നമ്മൾ അതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചെക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ബിൽഡ് സ്റ്റേജ് എങ്ങനെ ആഡ് ചെയ്യും നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ആ പൈപ്പ് ലൈൻ ഉപയോഗിച്ചിട്ടൊന്ന് റിലീസ് പോസിബിൾ ആക്കാം, റിലീസ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമുക്കിവിടെ ഒരു നമ്മൾ ഫസ്റ്റ് ഈ ഒരു കോഡ് ബിൽഡ് പഠിച്ചപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പോലുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്രep കമാൻഡോ അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിച്ചും ഒന്ന് റിലീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇതിനിടയ്ക്ക് നമുക്കിനി എങ്ങനെ ആ ഒരു കോഡ് ബിൽഡ് എന്നുള്ള ഒരു സംഭവം നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു പൈപ്പ് ലൈൻ ഇടയ്ക്കായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് സോഴ്സ് ഉണ്ട്, സോഴ്സിൽ നിന്ന് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് ഇടയ്ക്കായിട്ട് വേണം നമുക്ക് ആ ഒരു ചെക്കിങ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വേണം നമുക്ക് കോഡ് ബിൽഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു പൈപ്പ് ലൈനിൽ നമുക്ക് എഡിറ്റ് ചെയ്യണം. നമ്മളിവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്, എഡിറ്റ് കൊടുക്കുക. കണ്ടില്ല, ഇവിടെ സ്റ്റേജാണ്, ഇതെല്ലാം ശരിക്കും ഓരോ സ്റ്റേജസ് ആണ്. ഇപ്പോൾ സോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്, ഡിപ്ലോയ് എന്ന് പറയുന്ന വേറൊരു സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഒരു സ്റ്റേജ് ആഡ് ചെയ്യേണ്ടത്, ഇപ്പം സോഴ്സ് കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റേജ് ആഡ് സ്റ്റേജ് കൊടുക്കുക. അതുപോലെ തന്നെ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിട്ടൊരു സ്റ്റേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് സ്റ്റേജ് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പം നമ്മുടെ ആവശ്യം സോഴ്സ് സ്റ്റേജ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റേജ് ആഡ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റേജിലാണ് നമുക്ക് കോഡ് ബിൽഡ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആഡ് സ്റ്റേജ് എന്നുള്ളത് ഇവിടുത്തെ ആഡ് സ്റ്റേജ് കൊടുക്കുക. അവിടെ നമുക്ക് ഒരു പേരെന്തെങ്കിലും കൊടുക്കുക. ഞാനിപ്പോൾ കോഡ് ബിൽഡ് എന്ന് തന്നെ കൊടുക്കുകയാണ് ഞാനിപ്പം. കണ്ടില്ലേ, ഇപ്പോൾ ഇതിനിടയ്ക്കൊരു സ്റ്റേജ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി വന്നു, കോഡ് ബിൽഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ സ്റ്റേജസിലും നമുക്ക് ഒരു ആക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ആക്ഷൻ ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ആക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ഷൻ ഗ്രൂപ്പ്, ഒന്നിൽ കൂടുതൽ ആക്ഷൻ ഗ്രൂപ്പ്സ് നമുക്ക് ഓരോ സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കോഡ് ബിൽഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതാണ് ഇവിടെ കാണുന്നത്. അത് ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയി വന്നത്. കാരണം ആദ്യം സോഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് റിലീസ് ചെയ്യുന്നതിന്, ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോഡ് ബിൽഡ് ഉപയോഗിച്ചൊന്ന് ചെക്കിങ് നടത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ചെക്കിങ് നടത്താനുള്ള കോഡൊന്നും അതിൽ കൊടുത്തിട്ടില്ല, അത് നമുക്ക് പിന്നെ സെക്കൻഡ് നോക്കാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ കോഡ് ബിൽഡിൽ ഞാൻ ആഡ് ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു പ്ലസ് സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും, ഒരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു പേര് നമുക്ക് കൊടുക്കുക. നമുക്കൊരു പേര് ചെക്ക് കോഡെന്നോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവുന്നൊരു പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് ആക്ഷൻ പ്രൊവൈഡർ
നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ബിൽഡ് സ്റ്റേജിലുള്ള AWSൻ്റെ കോഡ് ബിൽഡാണ് നമ്മളിവിടെ ആക്ഷൻ പ്രൊവൈഡറായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. റീജിയൻ US EC2 തന്നെയാണ്. ഇൻപുട്ട് ആർട്ടിഫാക്ട്സ്, അപ്പോൾ കോഡ് ബിൽഡിന് എവിടെ നിന്നാണ് ആർട്ടിഫാക്ട്സ് സോഴ്സ് കിട്ടുന്നത് എന്നുള്ളത് സോഴ്സ് ആർട്ടിഫാക്റ്റ് അത് തന്നെയാണ് ഡിഫോൾട്ടായിട്ടുള്ളത് അവിടെ കാണിക്കുന്നത്. പ്രോജക്റ്റ് നെയിം നമ്മൾ ഓൾറെഡി നമ്മുടെ കോഡ് ബിൽഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോജക്റ്റ് നെയിം ഇവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തെങ്കിലും ഒരു ആർട്ടിഫാക്ട്സിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് റിസൾട്ട് എന്തെങ്കിലും ഒരു പേര് നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൺ കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ ആഡായി. ഈ ഒരു സ്റ്റേജിൽ ഒരു ആക്ഷൻ ഇവിടെ ആഡായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് സേവ് ചെയ്ത ശേഷം വീണ്ടും ഒരു ആക്ഷൻസ് ഇങ്ങനെ നമുക്ക് ലീനിയർലി ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ അത് ലീനിയർലി ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞു അടുത്ത ആക്ഷനിലോട്ട് പോകും. അതല്ല നമുക്ക് താഴെ വേണമെങ്കിലും ആക്ഷൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അത് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല എന്തായിരുന്നാലും നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റേജ് നമുക്ക് എങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ആഡ് ചെയ്തു, സ്റ്റേജിലൊരു ആക്ഷൻ കൊടുത്തു. ഇനി ഞാൻ സേവ് ചെയ്യുകയാണത്. ഇപ്പോൾ നമ്മുടെ പൈപ്പ് ലൈനിൽ കോഡ് ബിൽഡ് ആഡായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സോഴ്സ് കോഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ട്രിഗർ ചെയ്തിട്ട് കംപ്ലീറ്റ് പൈപ്പ് ലൈൻ നമുക്ക് എക്സിക്യൂട്ട് ആവും. അതിന് മുമ്പായിട്ട് നമുക്കിപ്പം എന്തെങ്കിലും ഇങ്ങനെ ചേഞ്ച് വന്ന് നമുക്ക് പെട്ടെന്നൊന്ന് മാനുവലി റിലീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിലീസ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ അതൊന്ന് റിലീസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, സോഴ്സ് കോഡ് അത് ട്രിഗറായി. അപ്പോൾ അതിന് പ്രോഗ്രസ് ആണ്. നമുക്ക് നോക്കാം എല്ലാം എങ്ങനെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ടോ, എവിടെയെങ്കിലും ഇടയ്ക്ക് എറർ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ എറർ വരേണ്ടത് നമുക്ക് സോഴ്സ് കംപ്ലീറ്റ് ആയി, അതിൽ എറർ വരേണ്ട കാര്യമൊന്നുമില്ല, നമ്മളൊന്നും മാറ്റിയിട്ടില്ല. കോഡ് ബിൽഡ് സ്റ്റേജിൽ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിലും എറേഴ്സ് വരേണ്ട കാര്യമില്ല, കാരണം നമ്മളിപ്പം ലാസ്റ്റ് നമ്മൾ ആ ഒരു എക്സാമ്പിൾ കോഡ് ബിൽഡ് പഠിക്കുമ്പോൾ ചെയ്ത എക്സാമ്പിൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്നത് തന്നെയാണ്, സെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ബിൽഡ് സ്പെക്കിൻ്റെ YAML ഫയൽ അവിടെയും ചേഞ്ചസ് ഒന്നും ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വരുത്തിയിട്ടില്ല. അപ്പം അതും എറേഴ്സ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതും എറർ വരാതെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഡിപ്ലോയ് സ്റ്റേജിലോട്ട് പോവുക. എന്തായാലും നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ കോഡ് ബിൽഡിൽ നമ്മൾ ആഡ് ചെയ്ത് അത് ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക്. ഞാനിപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇത് ചേഞ്ച് ചെയ്തിട്ട് നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിരിക്കുകയാണ്, ഏകദേശം 1 മിനിറ്റ് ആയത് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമുക്ക് വേണമെങ്കിൽ കോഡ് ബിൽഡിൽ നമുക്ക് ആ ഒരു ബിൽഡ് എന്തായി എന്നുള്ളത് നമുക്ക് കോഡ് ബിൽഡ് തന്നെ എടുത്തിട്ട് ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് ബിൽഡ് പ്രൊജക്ട്സ് എടുത്തിട്ട് കോഡ് ബിൽഡ് ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുമല്ലോ, നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ ഇത് ജസ്റ്റ് നൗ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അവിടെ പൈപ്പ് ലൈൻ റിഫ്രഷ് ആയി കാണിക്കാത്തതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ബിൽഡ് ഇപ്പോൾ ജസ്റ്റ് നൗ കാണിക്കുകയാണ്, സക്സീഡ് ആണത് അവിടെ. ഓക്കെ, കോഡ് പൈപ്പ് ലൈൻ നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഇവിടെയും കാണിച്ചു സക്സീഡ് ആയെന്നും പറഞ്ഞ് ഇവിടെയും കാണിച്ചു. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഡിപ്ലോയ് സ്റ്റേജ് എക്സിക്യൂട്ട് ആയി, അത് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി റെസ്യൂം ചെയ്യാം. ഓക്കെ, ഡിപ്ലോയ് സ്റ്റേജും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരില്ല, കാരണം നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ലാസ്റ്റ് എക്സാമ്പിളിൽ കാണിച്ച അതേ കോഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിപ്ലോയ്മെൻറ്റും ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു ചേഞ്ച് വരുത്താം നമ്മുടെ ബിൽഡ് സ്പെക്കിൽ. അതായത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറയാം, നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയതുപോലെ. അതായത് നമ്മുടെ കോഡ് കമ്മിറ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ കോഡ് എടുക്കാം. നമുക്കതിൽ നമ്മുടെ ഇതിൻ്റെ കോഡ് ബിൽഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിൽഡ് സ്പെക് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. അതായത് ഞാൻ എൻ്റെ സോഴ്സ് കോഡിൽ ചെറിയൊരു ചെക്കിങ് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിത് ഫസ്റ്റ് ഈ കോഡ് ബിൽഡ് സർവീസ് പഠിച്ചത് തന്നെയാണ്. ഞാനിപ്പം എൻ്റെ ഇൻഡെക്സ് ഫയലിൽ ഒരു വേർഡ് ഉണ്ടോ ഇല്ലയെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് കണക്ഷൻ അത് കളയണ്ട, നമുക്കതവിടെ കിടന്നോട്ടെ. അതിനുശേഷം നമുക്കിവിടെ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ സെഷൻസ് നോക്കുക. ഈ ഒരു കോഡ് ബിൽഡ് സർവീസ് നമ്മൾ പഠിച്ചപ്പോൾ ചെയ്ത സെഷൻസ് നോക്കുക, അപ്പോൾ ഓർമ്മ വരും. നമുക്ക് ഇങ്ങനൊരു വേർഡ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ ഇങ്ങനൊരു വേർഡ് നമ്മുടെ ഇൻഡെക്സ് ഫയലിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ഹലോ, ഹൗ ആർ യു, അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തു. അതായത് ഇങ്ങനെ ഒരു വേർഡ്സ് ഈ ഒരു ഇൻഡെക്സ് ഫയലിൽ ഉണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കമ്മിറ്റ് ചെയ്യുകയാണ്. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പൈപ്പ് ലൈൻ ട്രിഗർ ആവേണ്ടതാണ്. നമുക്ക് ഇങ്ങോട്ട് പോകാൻ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ട്രിഗറിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായിരുന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് കോഡ് ബിൽഡ് ഫെയിൽ ആവണം. കാരണം അങ്ങനെ ഒരു
ആ ഒരു നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഗ്രബ് പേജിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞ വേർഡ് നമ്മുടെ ഇൻഡെക്സ് ഫയലിൽ ഇല്ല. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫെയിൽ ആവേണ്ടതാണ്. ഓക്കെ, ഇപ്പം സോഴ്സ് കോഡ് ട്രിഗറായി അത് കഴിഞ്ഞിരിക്കുകയാണ്, സക്സീഡഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് കോഡ് ബിൽഡിലോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ ഒരു കോഡ് ബിൽഡ് സ്റ്റേജ് ഫെയിൽ ആവേണ്ടതാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. കോഡ് ബിൽഡ് സ്റ്റേജ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോയിലോട്ട് പോവില്ല, അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവണം. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായിരുന്നാലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു സെഷൻ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുകയാണ്, അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കോഡ് ബിൽഡിൽ പോയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ബിൽഡ് എന്താ സ്റ്റാറ്റസ് നമുക്ക് അവിടെയും കൂടെ ഒന്ന് നോക്കാം. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും നമുക്ക് എന്താ സംഭവം. അവിടെ ഇൻ പ്രോഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ എന്തായിരുന്നാലും. ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ എടുക്കാറുണ്ട് ചില സമയത്ത്. നമ്മളത് എഴുതിയിരിക്കുന്നത് നമ്മൾ ബിൽഡ് കോഡ് ബിൽഡിൽ എഴുതി കൊടുത്തിരിക്കുന്ന, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ചെയ്യണം. ഈ സംഭവങ്ങൾ ക്ലയൻസൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. MySQL ക്ലയൻറ്റും ആപ്ലിക്കേറ്റ് അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് MySQL ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡേറ്റാബേസോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇത് ചെക്കിംഗ് വരുന്നത്. അപ്പം കുറച്ച് സമയം, ചിലപ്പോൾ 1 or 2 മിനിറ്റ്സ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആവുള്ളൂ. സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായിരുന്നാലും. ഓക്കെ, ഇൻ പ്രോഗ്രസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ചില സമയത്ത് റിഫ്രഷ് ചെയ്താൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ, ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഫെയിൽഡ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കിനി പൈപ്പ് ലൈനിലും കൂടെ നോക്കാം. പൈപ്പ് ലൈനിൽ ഓക്കെ, ഇവിടെയും ഫെയിൽഡ് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ, അപ്പോൾ ഇടയ്ക്കുള്ള ഈ ഒരു കോഡ് ബിൽഡ് സ്റ്റേജ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോയിലോട്ട് പോവില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതിൻ്റെ കൂടുതൽ എന്താണ് എവിടെ വെച്ചാണ് ഫെയിലായെന്ന് അറിയണമെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ആ കോഡ് ബിൽഡിൽ പോയിട്ട് ഇപ്പോഴത്തെ ബിൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോഗ് നമുക്ക് കാണാൻ പറ്റും. ലോഗിൽ കാണാൻ നോക്കിയിട്ട് നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു കമാൻഡ് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കമാൻഡ് എക്സിക്യൂഷനാണ് എറർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും എവിടെ വെച്ചിട്ടാണ് ഫെയിലിയർ ആയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമുക്ക് കോഡ് ബിൽഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സോഴ്സ് കോഡ് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തത് നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, എന്താണ് സോഴ്സിൽ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും കമാൻഡ്സ് എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാം. ഏത് സ്റ്റേജിലാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്സ് ഇവിടെ കൊടുത്തിട്ട് അതനുസരിച്ച് നമുക്ക് കോഡ് ബിൽഡ് സ്റ്റേജ് നമ്മുടെ ആവശ്യാനുസരണം ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പൈപ്പ് ലൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് എടുത്തുകൊണ്ട് വന്ന് ഡിപ്ലോയിലോട്ട് പോയി റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിപ്ലോയ് ചെയ്യരുത്. കാരണം അങ്ങനത്തെ ബഗ്ഗുള്ളൊരു കോഡ് ഡിപ്ലോയ് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും അത് അവിടെ വെച്ച് ഫെയിൽ ആവുന്നതാണ് നല്ലത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു കണ്ട എക്സാമ്പിളിലും സംഭവിച്ചത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ Q&A സെക്ഷനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം ഈ ഒരു പൈപ്പ് ലൈൻ്റെ.